താബൂത്ത് താബൂത്ത് താബൂത്തുൻ താബൂത്തുൻ അതൂബു അതൂബു തീനുൻ തീനുൻ താബ താബ ഊതു ഊതു തഅതി തഅതി ഈതാഉൻ ഈതാഉൻ താഇന് ചേർത്തൊരു അലിഫ് വരച്ചു താഇന് ഫത്ഹ കൊടുത്തു താഇന് ചേർത്തൊരു വാവ് വരച്ചു താഇന് ലമ്മ കൊടുത്തു താഇന് ചേർത്തൊരു യാ വരച്ചു താഇന് കസ്റ കൊടുത്തു തീ താ താ തു തു തീ തീ തബ പറഞ്ഞാൽ താ ഉണ്ടോ ഒന്നാമത്തത് താ ആണ് ബത പറഞ്ഞാൽ താ ഉണ്ടോ രണ്ടാമത്തത് താ ആണ് അബത പറഞ്ഞാൽ താ ഉണ്ടോ മൂന്നാമത്തത് താ ആണ് താഇന് ചേർത്തൊരു അലിഫ് വരച്ചു താഇന് ഫത്ഹ കൊടുത്തു മതീനുൻ മതീനുൻ ഖിതാമൻ ഖിതാമൻ കിതാബുൻ കിതാബുൻ അതൂബു അതൂബു താഇനു മീതെ ഫത്ഹ വരച്ചാൽ ഞങ്ങൾ പറയും താ 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 താഇനു ശേഷം ഹാ വരച്ചാൽ ഞങ്ങൾ പറയും ധാ 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 ബാത്ത പറഞ്ഞാൽ താ ഉണ്ട് ജാഥ പറഞ്ഞാൽ ദായുണ്ട് സക്കത്തയിലുള്ളത് താ ആണ് കഥയിൽ കണ്ടത് ധായാണ് മത്തന് പറഞ്ഞാൽ താ ആണ് മിഥുനം വന്നത് ധായാണ് ബാബ് فتلقى آدم من ربه كلمات فتاب عليه فتلقى آدم من ربه كلمات فتاب عليه താ വരുന്നൊരു പഴമുണ്ടോ തമ്രിൽ നല്ലൊരു താ ഉണ്ട് താ വരുന്നൊരു നാടുണ്ടോ ബൈറൂത്തിൽ ഒരു താ ഉണ്ട് താ വരുന്നൊരു പേരുണ്ടോ തബ്ശീറിൽ ഒരു താ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുല്ലപ്പൂ മക്കളെ, കഴിഞ്ഞ പാഠങ്ങളൊക്കെ എല്ലാവരും നന്നായി പഠിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. ഇന്ന് നമുക്ക് പുതിയ ചില വാക്കുകൾ എഴുതണം ഇൻഷാ അല്ലാഹ്. ആദ്യമായി താബൂത്തുൻ. ഇങ്ങനെ എഴുതുന്നു. ശേഷം
താഇന് പുള്ളി കൊടുത്തു, ഫത്ഹ കൊടുത്തു, താ. ബാഇന് പുള്ളി കൊടുത്തു, ലമ്മ കൊടുത്തു, ബൂ. താഇന് പുള്ളി കൊടുത്തു, ലമ്മ തൻവീൻ കൊടുത്തു, താബൂത്തുൻ. അടുത്ത വാക്ക് തഅ്തി. താഇന് പുള്ളി കൊടുത്തു, അലിഫിന് മുകളിൽ ഹംസ കൊടുത്തു, സുക്കൂൻ കൊടുത്തു, താഇന് 2 പുള്ളി കൊടുത്തു, കസ്റ കൊടുത്തു, യാഇന് പുള്ളി കൊടുത്തു, തഅ്തി. അടുത്ത വാക്ക് ഊതു. ഇനി അലിഫിന് മുകളിൽ ഹംസ കൊടുക്കണം, പിന്നെ ലമ്മ കൊടുക്കണം, പിന്നെ താഇന് പുള്ളി കൊടുക്കണം, അതിന് ലമ്മ കൊടുക്കണം. ഊതു. മനസ്സിലായല്ലോ? അടുത്തത് അതത്. അലിഫ് എഴുതി, ഒരു താ എഴുതി, രണ്ടാമത്തെ താവും എഴുതി. ശേഷം അലിഫിന് മുകളിൽ ഹംസ കൊടുത്തു, ഫത്ഹ കൊടുത്തു, അ. താഇന് പുള്ളി കൊടുത്തു, ഫത്ഹ കൊടുത്തു, ത. ഈ താഇനും പുള്ളി കൊടുത്തു, സുക്കൂൻ കൊടുത്തു, അതത്. മനസ്സിലായില്ലേ? ഇതുപോലെ ശ്രദ്ധിച്ച് ഭംഗിയായി എഴുതണം എല്ലാവരും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഊതു ഊതു. തബ തബ. അതൂബു അതൂബു. തബു തബു.